ഇന്നലെ പത്തനംതിട്ടയിൽ തരൂരിനെതിരെ നടത്തിയ പ്രസംഗത്തിലെ ഒളിയമ്പ് മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ കെ.സി. വേണുഗോപാൽ ഇന്ന് ഒഴിഞ്ഞുമാറി. അമൽ തേനമ്പറമ്പിൽ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇന്നലെ ഈ ലേഖനം വന്നു കഴിഞ്ഞ ആദ്യം കെ. സുധാകരൻ സംസാരിക്കുമ്പോൾ തന്നെ വളരെ മയപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം. ഒരു തരത്തിലുള്ള വിമർശനങ്ങളോ തരൂരിന് തള്ളിപ്പറയാനോ ഒന്നും കെ. സുധാകരൻ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ്. ഇതെന്തു പറ്റി കോൺഗ്രസിന് കേരളത്തിൽ? ശശി തരൂരിൻ്റെ നിലപാടിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പ്രകോപനം വേണ്ട എന്നുള്ളതാണ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രമേശ് ചെന്നിത്തല പോലും മയപ്പെട്ടാണ് സംസാരിക്കുന്നത്. തരൂരിനെ പ്രകോപിപ്പിക്കേണ്ടതില്ല, ഈ ചർച്ച തുടർന്നുകൊണ്ട് പോകുന്നത് തരൂരിന് ഒരു അനാവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ കാരണമാകും, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിലാണ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കെ.സി. വേണുഗോപാലിന് ഇന്നത്തെ രാവിലത്തെ പ്രതികരണത്തോടു കൂടി ഇനിയിപ്പോൾ മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. തരൂരിനെതിരെ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിച്ച പ്രവർത്തക സമിതിയിൽ നിന്നും തരൂർ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട MMSനോടൊക്കെ സംസാരിക്കുമ്പോൾ ഇനി ഈ വിഷയത്തിൽ തുടർ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് പറയുന്നത്. തരൂരിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന നല്ല ബോധ്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിനാൽ തന്നെ ആ വിഷയത്തിൽ കൂടുതൽ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അതിലൊരു ഇടനില എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന ഒരു നേതാവ്. അതിപ്പോൾ കെ. സുധാകരനും വി. ഡി. സതീശനും തമ്മിലുള്ള ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായ സമയത്ത് പോലും രമേശ് ചെന്നിത്തല അതിലൊരു സമവായ നീക്കം നടത്തിയിരുന്നു. അതിന് സമാനമായി തന്നെ ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നും ഇന്നും ഇപ്പോൾ പ്രസ്താവന ഉണ്ടാകുന്നു. ഇനി നമ്മൾ ഈ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം സംസ്ഥാന കോൺഗ്രസ്, ഇത് കോൺഗ്രസ് ആണ്, അതിനാൽ തന്നെ ഹൈക്കമാൻഡ് എന്നല്ല, ദൈവം തമ്പുരാൻ പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റാത്ത ചില ആളുകൾ ഈ സംവിധാനത്തിനകത്തുണ്ട്. അതിനാൽ തന്നെ പരസ്യ പ്രസ്താവനയൊക്കെ വിലക്കിയിട്ട് അത് നടപ്പാക്കാൻ ഇത് CPM അല്ലെങ്കിൽ BJP ഒന്നുമല്ല. സ്വാഭാവികമായും നേതാക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രസ്താവനകളുമായി മുന്നോട്ട് പോകും. അല്പസമയങ്ങൾക്കകം തന്നെ നമ്മളൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ആശാവർക്കർമാരുടെ സമരപന്തലിലേക്ക് കെ. മുരളീധരൻ എത്തുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ തരൂരിനെ പരിഹസിച്ച് അല്ലെങ്കിൽ വിമർശിച്ച് രംഗത്തെത്തുന്ന നേതാക്കളിൽ ഒരാളാണ് മുരളീധരൻ. മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ഇതിൽ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അല്ല എങ്കിൽ ഒരുപക്ഷേ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും തരൂരിനെതിരെയുള്ള വിമർശനം ഒരു പരിധിവരെ അവസാനിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. തരൂരിനെ അവഗണിക്കുക എന്നുള്ളത് തന്നെയാണ്. ശശി തരൂർ ഇന്നലെ ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് മാത്രം പോരാ ജയിക്കാൻ, അതിനപ്പുറമുള്ള വിഭാഗത്തിന്റെ വോട്ട് കൂടി കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മൂന്നാമത് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികേടുണ്ടാകും എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് നേതൃസ്ഥാനത്തേക്ക് വരുന്നതിനുള്ള, അതായത് പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിനുള്ള ഒരു താല്പര്യം കൂടി ഈ അഭിമുഖത്തിൽ എവിടെയൊക്കെയോ ഉണ്ട്. അപ്പോൾ ശശി തരൂരിനെതിരെ കടുത്ത നിലപാടെടുക്കാൻ കോൺഗ്രസ് നേതാക്കളെ അല്ലെങ്കിൽ അവർ മയപ്പെടുത്താനുള്ള കാരണവും ഇത് തന്നെയാണോ? ശശി തരൂരിനെ പിണക്കി കഴിഞ്ഞാൽ ശശി തരൂരിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിന് പുറത്തുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ കോൺഗ്രസിന്, പ്രതിപക്ഷത്തിന് നഷ്ടപ്പെട്ടേക്കാം എന്ന ഒരു ചിന്ത കോൺഗ്രസ് നേതാക്കൾക്കുണ്ടോ? തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കാര്യം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നതൊന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിച്ചാലും ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിച്ചാലും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ദുർബലമാണ്. വളരെ പ്രാദേശികമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തീരപ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ കോവളം മാത്രമാണ് കോൺഗ്രസിൻ്റെ കൈവശമായുള്ള ഒരേ ഒരു നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലും കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തരൂർ ആ മണ്ഡലം തിരികെ പിടിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ വോട്ടിന് പുറമേ തരൂരിന് കിട്ടുന്ന വ്യക്തിപരമായ വോട്ട് കൂടിയുണ്ട്. അത് ആദ്യ തിരഞ്ഞെടുപ്പിൽ തരൂരിന് കിട്ടി തുടങ്ങിയ വോട്ടാണ്. ആ വോട്ടിൽ കാര്യമായ നഷ്ടം സംഭവിച്ചത് 2014 മാത്രമാണ്. പിന്നീടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തരൂരിന് കൃത്യമായ വോട്ട് തനിക്കൊപ്പം ഒഴുക്കി കൂട്ടിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതാണ് തരൂരിൻ്റെ വിജയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണവും. തരൂർ അത് പറയുന്നതിനെ തള്ളിക്കളയാൻ കോൺഗ്രസ് നേതാക്കൾക്കും ആകില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ചും യുവാക്കളുടെ വോട്ട്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിൽ നിന്നും തരൂരിന് ലഭിക്കുന്ന ഒരു ഹൈ ക്ലാസ് വോട്ട് അത് തരൂരിന് കിട്ടുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം കൊണ്ട് കിട്ടുന്നതല്ല എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യമുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഫലമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ നാമമാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക്, BJPക്കും ഒരുപാട് പിന്നിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. ഭരണത്തിലേക്ക് ഒരു തിരിച്ചുവരവൊന്നും സ്വപ്നം കാണുന്ന പോലുമില്ല നിലവിലെ ഒരു അവസ്ഥയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ്. അങ്ങനെയുള്ളപ്പോൾ ശശി തരൂർ സമാഹരിക്കുന്ന വോട്ടുണ്ട്. ആ വോട്ട് തരൂർ സമാഹരിക്കുന്നത് കൃത്യമായ വികസന അജണ്ട പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ വിശ്വപൗരൻ എന്നുള്ള തരൂരിൻ്റെ ഐഡന്റിറ്റി വെച്ചുകൊണ്ടാണ്. അതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വത്തിനാകില്ല. മാത്രമല്ല, ഏറ്റവും ഒടുവിലെ വിവാദം എന്ന് പറയുന്നത് ഈ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വിവാദം അവിടെ നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വ പ്രതിസന്ധിയിലാക്കിയ വിവാദം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വികസനവും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വ്യാവസായിക മുന്നേറ്റവും ചൂണ്ടിക്കാണിച്ച് അതിനുള്ള തരൂരിൻ്റെ പിന്തുണയിൽ തുടങ്ങിയതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു വികസന മുഖം തരൂരിനുണ്ട്. പൊതുജനങ്ങളിൽ
നിന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യനായ നേതാവ് എന്നൊരു ചിത്രം കൂടി തരൂരിനുണ്ട്. അപ്പോൾ തരൂരിനെ അങ്ങനെ ഏകപക്ഷീയമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പരസ്യമായി മറ്റേതെങ്കിലും നേതാക്കളെയൊക്കെ വിമർശിക്കുന്നത് പോലെ വിമർശിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല തരൂർ ഒരു പ്രവർത്തക സമിതി അംഗമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പരിഗണന തരൂരിന് കൊടുക്കേണ്ടി വരും. ഹൈക്കമാൻഡ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കട്ടെ എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം എത്തുന്നത്. നിലവിൽ എന്തായാലും പരസ്യപ്പോര് വേണ്ട എന്നുള്ളതാണ് പ്രാഥമികമായൊരു ധാരണ. പക്ഷേ നേതാക്കൾ എത്രത്തോളം അത് അനുസരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കും.